നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ SJCAM ആക്ഷൻ ക്യാമറ വാങ്ങിച്ചതിൻ്റെ കൂടെ ഞാൻ കുറച്ച് DIY പ്രോജക്ട്സ് കൂടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ സ്വയം ഉണ്ടാക്കിയ എൻ്റെ ഈ ചെസ്റ്റ് മൗണ്ട്. ഗോപ്രോയുടെ ഡിസൈൻ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഗോപ്രോ CHESTY വെർഷൻ 2 എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ അതേ ഒരു ഡിസൈൻ, അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഈ സ്ട്രാപ്സിൻ്റെയൊക്കെ രീതിക്ക് തന്നെയാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. സംഭവം പൊളിയാണ്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഗോപ്രോ ഒക്കെ യൂസ് ചെയ്യുന്നവർക്കും ഗോപ്രോ SJCAM ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം ചെസ്റ്റ് മൗണ്ട് എന്തുമാത്രം ഉപയോഗമാണ്. നമുക്ക് കൈ ഫ്രീ ആയിട്ട് നല്ല രീതിക്ക് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാം. വേറൊരു ഗോപ്രോ വേണമെങ്കിൽ പിടിക്കുക, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മൊബൈൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കയ്യിൽ കൊണ്ട് കിടക്കാം. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഫ്രീ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ചെസ്റ്റ് മൗണ്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഈ വീഡിയോ കൂടി ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഈ ചെസ്റ്റ് മൗണ്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ തന്നെ ഒരു ചെസ്റ്റ് മൗണ്ട് ഉണ്ടാക്കാനേ ഉള്ളൂ. വളരെ കുറഞ്ഞ ചിലവേ ഉള്ളൂ. ഒരു 100-150 രൂപയ്ക്കകത്ത് നമുക്ക് ഈ ഒരു ചെസ്റ്റ് മൗണ്ട് ഉണ്ടാക്കാൻ പറ്റും. ശരിക്കും എന്നെ സംബന്ധിച്ച് 1 രൂപ പോലും ആയിട്ടില്ല. അപ്പോൾ ഞാൻ വീട്ടിലുണ്ടായിരുന്ന സ്ക്രാപ്സൊക്കെ തന്നെ യൂസ് ചെയ്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അടിപൊളി ഒരു ചെസ്റ്റ് മൗണ്ടാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഓടാനും ചാടാനും ഈ ഗോപ്രോ യൂസ് ചെയ്തിട്ടുള്ള ആക്ഷൻസ് എല്ലാം, അല്ലെങ്കിൽ SJCAM യൂസ് ചെയ്തിട്ടുള്ള ആക്ഷൻസ് എല്ലാം ക്യാപ്ചർ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോ എന്തായാലും എല്ലാവരും ഫുള്ള് ഇരുന്ന് കാണുക. നമ്മുടെ ചെസ്റ്റി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പഴയ ബാഗ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഈ ബക്കിളും പിന്നെ ഈ നൈലോൺ സ്ട്രാപ്പ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്ട്രാപ്പേഴ്സൊക്കെ ഊരിയെടുക്കണം. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബക്കിളാണ്. നമുക്ക് ഈ ഒരു ആവശ്യത്തിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബക്കിൾ തന്നെ വേണം. ബക്കിളും പിന്നെ ഈ നൈലോൺ റാപ്പ് അഡ്ജസ്റ്റ് ചെയ്യുന്ന അഡ്ജസ്റ്റർ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 ബക്കിൾ എടുത്ത്, ഒന്നിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ അടുത്ത നൈലോൺ സ്ട്രാപ്പാണ്. പിന്നെ വേണ്ടത് നല്ല ഹാർഡായിട്ടൊരു പ്ലാസ്റ്റിക് ബോർഡാണ്. ഈ പ്ലാസ്റ്റിക് ബോർഡ് നല്ല സ്ട്രോങ് ആയിരിക്കണം. നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും ആയിട്ടുണ്ട്. നമുക്കിതിൽ ഹോൾ ഇടാനുള്ള ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു 1 ഇഞ്ച് നീളത്തിന് വേണം നമ്മൾ 4 ഹോൾ ഇടാനായിട്ട്. ഞാൻ ഈ മാർക്ക് ചെയ്ത പോലെ 4 ഹോൾ ഇടണം. ഹോൾ ഇടാനായിട്ട് മാർക്കിങ് കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു സോൾഡറിങ് അയണാണ്. ചെറിയ മിനി ഡ്രില്ലറോ മിനി ഗ്രൈൻഡറോ ഉണ്ടെങ്കിൽ നമുക്ക് അതിട്ട് ഹോൾ ഇടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ 4 ഹോൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ വരുന്ന പ്ലേറ്റിൽ 3 ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ചെറുതാക്കുക, ഇതിൻ്റെ റഫ്നെസ്സൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ചെറുതാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ കട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഔട്ട്ലൈൻ വരയ്ക്കുന്നുണ്ട്. ഇത് കുറച്ചുകൂടി ചെറുതാക്കണം. അതുപോലെ തന്നെ പുറകിലത്തെ ബാക്കിൽ വരുന്ന അതും ഞാനൊന്ന് ചെറുതാക്കുകയാണ്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനത് ഗ്രൈൻഡർ യൂസ് ചെയ്താണ് കട്ട് ചെയ്തത്. കുറച്ച് റഫായി. അപ്പോൾ ആ റഫ്നെസ് മാറ്റാനായിട്ട് ഞാൻ ഇവിടെ 120 ഗ്രേഡോ അല്ലെങ്കിൽ 180 ഗ്രേഡിൻ്റെ പേപ്പർ യൂസ് ചെയ്ത് റബ്ബ് ചെയ്ത് ഒന്ന് സാൻഡ് ചെയ്തെടുക്കുമ്പോൾ അതൊന്ന് പോളിഷായി കിട്ടും. അപ്പോൾ ഇത് രണ്ടും നല്ല പോളിഷായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നൈലോൺ സ്ട്രാപ്പ് ഇതിൻ്റെ അകത്തോടെ കയറ്റുക. അപ്പോൾ കയറ്റുന്നതിന് മുമ്പ് ഇത് കട്ട് ചെയ്യണം. കട്ട് ചെയ്തതിന് ശേഷം ഒരു മാസ്റ്റിക്കോ അല്ലെങ്കിൽ ലൈറ്ററോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇതിൻ്റെ സൈഡൊന്നും ഇതുപോലെ ഉരുക്കി വയ്ക്കുക. ഉരുക്കുമ്പോഴത്തേക്കും ഇതിലെ ആ ഒരു സ്ട്രാൻഡ്സ് ഒന്നും ഇളകി പോകാതെ, അല്ലെങ്കിൽ ആ സ്ട്രാപ്പ് ഡാമേജ് ആവാതിരിക്കും. അപ്പോൾ അതൊന്ന് ഉരുക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ അകത്തോടെ കയറ്റി വിടാം. ആദ്യം തന്നെ നമുക്ക് ബക്കിൾ ഫിറ്റ് ചെയ്യാം. ബക്കിൾ ഫിറ്റ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബക്കിളിൻ്റെ ഇന്നറും ഔട്ടറും ശ്രദ്ധിക്കുക. എപ്പോഴും ഔട്ടർ ഭാഗം തന്നെ ഔട്ടർ വരാൻ ശ്രദ്ധിക്കണം. അതായിരിക്കും ഒരു കാണാൻ ഭംഗി.
അപ്പോൾ നമുക്കത് തയ്ച്ച് വെക്കേണ്ടതായിട്ടുണ്ട്. തയ്ക്കാൻ ഞാനിവിടെ നോർമൽ പോളിസ്റ്റർ നൂലാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ കെട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഇളകി വരത്തില്ല. അപ്പോൾ അധികം നീളത്തിനിടണ്ട, ജസ്റ്റ് ഒന്ന് ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് തയ്ച്ചെടുക്കാം. അപ്പോൾ ഈ തയ്യൽ കൊണ്ട് മാത്രം ഈ നൈലോൺ സ്ട്രാപ്പ് ഇരിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് വേറൊരു ഐഡിയ കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം ഈ തയ്ച്ചതിൻ്റെ മണ്ടയിൽ കൂടി നമ്മൾ നല്ല ഇൻഡസ്ട്രിയൽ ഗ്രേഡ് സൂപ്പർ ഗ്ലൂ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിങ്ങും നൈലോണിൻ്റെ 2 പോർഷനും കൂടി അങ്ങ് മെൽറ്റ് ആവുന്നതായിരിക്കും. പിന്നെ വളരെ സ്ട്രോങ് ആയിരിക്കും, ആർക്കും അത് പൊട്ടിക്കാനൊന്നും സാധിക്കില്ല. ഇനി ഒരു 15 സെൻറ്റിമീറ്റർ നീളത്തിന് നമുക്കിത് കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം എവിടെ കട്ട് ചെയ്താലും അപ്പോൾ ഇതേപോലെ അങ്ങ് ഉരുക്കുക. ഉരുക്കിയില്ലെങ്കിൽ ആ സ്ട്രാൻഡ്സ് എല്ലാം ഇളകി ഇതില്ലാതായി പോവും. അപ്പോൾ ഇത് നമ്മൾ ഉരുക്കിയതിന് ശേഷം ഇതുപോലെ അകത്തുകൂടി കയറ്റി ഇന്നർ പോർഷൻ ഇന്നറിലായിരിക്കണം, ഈ മടക്കി വയ്ക്കുന്നതെല്ലാം ഇന്നറിലായിരിക്കണം. എന്നിട്ടും അതും ഇതുപോലെ ഒന്ന് തയ്ച്ചിട്ട് നമുക്ക് സൂപ്പർ ഗ്ലൂ ഒഴിച്ച് സ്ട്രോങ് ആക്കാം. പിന്നെ അടുത്തത് നമ്മൾ ഈ അഡ്ജസ്റ്റർ കയറ്റുക എന്നുള്ളതാണ്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അഡ്ജസ്റ്റർ കയറ്റുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു ഫ്രിക്ഷൻ വരുന്ന സ്ഥലം നോക്കുക. എന്നിട്ട് ബക്കിളിൻ്റെ അടുത്ത സൈഡ് നമുക്ക് ജോയിൻ ചെയ്യാം. അതും ഇതേപോലെ തന്നെ ഒന്ന് തയ്ച്ച് സൂപ്പർ ഗ്ലൂ ആഡ് ചെയ്ത് സ്ട്രോങ് ആക്കാം. പറ്റുമെങ്കിൽ ഒരു പ്ലെയറോ എന്തെങ്കിലും കൊണ്ടൊന്ന് ടൈറ്റാക്കി പിടിച്ച് കഴിഞ്ഞാൽ കൂടുതൽ അത് മെൽറ്റായി വരുന്നതാവും. ഇനി നമ്മൾ ഈ ബക്കിളൊന്ന് ഇട്ടതിന് ശേഷം നമ്മുടെ വണ്ണത്തിനനുസരിച്ചിട്ടുള്ള ഒരു ലെങ്ത് എടുത്ത് കട്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 1 മീറ്ററോളം എടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അഡ്ജസ്റ്റിംഗ് മൂടി വരുന്നുണ്ട്. ഒരുവിധം നല്ല വണ്ണമുള്ള ഒരാൾക്കും ഇത് ഇടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് തന്നെ തിരിച്ച് ഇതുപോലെ രണ്ടാമത്തെ പ്ലാസ്റ്റിക് ബോർഡിൻ്റെ അകത്തുകൂടി കയറ്റി ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കയറ്റിയതിന് ശേഷം നമ്മുടെ ഈ അഡ്ജസ്റ്ററിൻ്റെ മിഡിൽ പോർഷനിൽ ഇത് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക. അപ്പോൾ നമ്മുടെ താഴത്തെ പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഏകദേശം 50% പണി തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 20 സെൻറ്റിമീറ്റർ നീളമുള്ള ഒന്ന് എടുത്തിട്ട് നമ്മുടെ രണ്ടാമത്തെ ബാക്കിലത്തെ പ്ലാസ്റ്റിക് പോർഷൻ്റെ മേൽഭാഗത്ത് ഇതുപോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക. ഇതിപ്പോൾ 2 അടിയുള്ള സ്ട്രാപ്പാണ്. അതിങ്ങനെ എടുത്തതിന് ശേഷം അത് വൈ പോലെ ആക്കുക, അല്ലെങ്കിൽ ഒരു വി പോലെ ആക്കുക. വി പോലെ ആക്കിയതിന് ശേഷം നമ്മുടെ ഈ ബാക്കിൽ വരുന്ന പ്ലാസ്റ്റിക് പീസിൻ്റെ മേൽഭാഗത്ത് വരുന്ന ഈ സ്ട്രാപ്പും കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക. ഇതാണ് നമ്മുടെ ബാക്കിൽ വരുന്ന പോർഷൻ. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്കിവിടെ വൈ പോലെ ഒരു സ്ട്രാപ്പാണ് വരുന്നത്. അത് നമ്മൾ ഫ്രണ്ടിലത്തെ മേലത്തെ പോർഷനിൽ ഇതുപോലെ തയ്ച്ച് പിടിപ്പിക്കുക. എവിടെ തയ്ച്ചാലും സൂപ്പർ ഗ്ലൂ ചേർത്തോളണം. പിന്നെ അതുപോലെ എല്ലാ സ്റ്റിച്ചിങ്ങും നമ്മൾ പക്ക ചെയ്ത് സൂപ്പർ ഗ്ലൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു നൈലോണിൻ്റെ പണി തീർന്നിട്ടുണ്ട്. നൈലോൺ ഈ ബോർഡുമായിട്ട് ഫിറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ അറ്റാച്ച് ചെയ്യുന്നതിൻ്റെ ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ ബോഡി ഇത് നല്ല സ്റ്റെപ്പായിട്ട് ഇരുന്നുള്ളൂ. ഇതിൽ അഡ്ജസ്റ്റ് വെച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് ആവശ്യാനുസരണം അഡ്ജസ്റ്റ് ചെയ്ത് വണ്ണമുള്ള ആൾക്കും വണ്ണമില്ലാത്ത ആൾക്കും ആവശ്യാനുസരണം അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിനാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനിയുള്ളത് നമുക്ക് നമ്മുടെ ഈ ആക്ഷൻ ക്യാമറ എങ്ങനെ അതിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ആക്സസറി ക്ലിപ്പ് യൂസ് ചെയ്ത് സെറ്റ് ചെയ്യാന്നുള്ള രീതിക്കാണ് ഞാനിരുന്നത്. പക്ഷേ സെറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് ഒരിക്കലും 90 ഡിഗ്രിയിൽ നമുക്ക് നമ്മുടെ ഈ ഒരു ചെസ്റ്റിയിൽ പിടിപ്പിക്കാൻ പറ്റത്തില്ല. ഈ ബക്കിൾ മാത്രമേ നമുക്ക് ഇതേപോലെ വയ്ക്കാൻ പറ്റൂ. പക്ഷേ അത് 90 ഡിഗ്രി അല്ല. ഞാൻ നോക്കിയ എല്ലാ ബക്കിളും ഇതുമായിട്ട് സ്യൂട്ടാവുന്നില്ല. പിന്നെ ഒരു സ്ലൈറ്റ്ലി ജെ മൗണ്ടഡ് ആയിട്ടുള്ള ഒരു മൗണ്ടുണ്ട്, അത് 90 ഡിഗ്രിയാണ്.
പക്ഷേ ഇതിനൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ട്രൈപോഡിൽ ഫിറ്റ് ചെയ്യുന്നതാണ്. നമുക്കിവിടെ 3M ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള 3M ടേപ്പ് വെച്ച് ഇത് ഒട്ടിക്കുകയാണെങ്കിൽ പിന്നെ നമുക്കിതുപോലെ ട്രൈപോഡ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനിവിടെ ഒരു 10 ബോൾട്ട് എടുത്തിട്ടുണ്ട്. ആ 10 ബോൾട്ട് എടുത്തിട്ട് ഈ പ്ലാസ്റ്റിക്കിൽ ഹോളിട്ട് ഇതുപോലെ പിടിപ്പിക്കാനാണ് എൻ്റെ ഉദ്ദേശം. നമുക്കിവിടെ ഒരു ഹോളാണ് വേണ്ടതിന്. അതിന് വേണ്ടി നമ്മൾ ആദ്യം ഈ 10 ബോൾട്ട് ഒരു 1 സെൻറ്റിമീറ്റർ വെച്ച് കട്ട് ചെയ്ത് അതിൻ്റെ ആ ഒരു സൈഡൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഫ്രണ്ട് പോർഷനിൽ ഹോളിട്ട് അതിൽ പിടിപ്പിക്കണം. അപ്പോൾ അതിനായിട്ട് സോൾഡറിങ് ഗണ്ണോ എന്തെങ്കിലും ഡ്രില്ലറോ യൂസ് ചെയ്ത് നമുക്ക് ഹോളിടാം. ചെറിയ ഹോളിട്ടാൽ മതി. ഇട്ടതിന് ശേഷം നമ്മുടെ ഈ ഒരു ബോൾട്ടിൻ്റെ ആ ബാക്കി വന്ന പീസ് നമ്മളിതിൽ ടൈറ്റ് ചെയ്ത് പിടിപ്പിക്കുക. അതിന് ശേഷം നമുക്ക് ഈ ഒരു ചെറിയ ജയമൗണ്ട് ഇതിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് 90 ഡിഗ്രി ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നമുക്ക് ക്യാമറയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ക്യാമറ നല്ല പക്ക സെറ്റായിരിപ്പുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ DIY അതായത് ഡു ഇറ്റ് യുവർ സെൽഫിൽ ഉണ്ടാക്കിയ എൻ്റെ ഗോപ്രോ ചെസ്റ്റ് മൗണ്ട്. ഗോപ്രോ അല്ല, SJCAM ചെസ്റ്റ് മൗണ്ട്. ഇതിൻ്റെ മൊബൈലിൻ്റെ ഷേക്ക് നിങ്ങൾക്ക് എന്തുമാത്രം ഉണ്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഞാനിത് വെച്ചിട്ട് ഇതിൻ്റെ ഒരു സാമ്പിൾ അപ്ലോഡ് ചെയ്യുന്നിരിക്കും വീഡിയോയിൽ. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് ഓടാം, ചാടാം ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ കൊള്ളാം. ഇത് ഗോപ്രോയുടെ ചെസ്റ്റി നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ ഏകദേശം $40, അതായത് എങ്ങനെ പോയാലും 2500-3000 രൂപയോളം ചിലവ് വരും. അപ്പോൾ ഇത് നമുക്ക് സ്വന്തമായിട്ടുണ്ടാക്കാവുന്ന ഒരു കിഡിലൻ ചെസ്റ്റിയാണ്. നല്ല സ്റ്റേബിളായിട്ടിരിക്കും, നല്ല സ്റ്റേബിളും സ്ട്രോങ്ങുമാണ്. അത്യാവശ്യത്തിനുള്ള എല്ലാം പറ്റി 3000 രൂപ കൊടുത്തൊന്നും കഴിഞ്ഞില്ല. എന്തായാലും എല്ലാവരും ഫുള്ള് ഇരുന്ന് കാണുക, കണ്ട് അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള ഇതേപോലത്തെ DIY വീഡിയോസ് എന്തായാലും ഉണ്ടാകുന്നതായിരിക്കും. ഞാൻ എൻ്റെ 2 ദിവസത്തെ കഷ്ടപ്പാടിലാണ് ഈ ഒരു ക്യാമറ ഉണ്ടാക്കിയത്, ഈ ഒരു ചെസ്റ്റ് മൗണ്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ആ എഫേർട്ടിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അത് അടുത്ത ഇതേപോലെ തന്നെ ഞാൻ ഇതിന് ഈ SJCAM ഒരു എക്സ്റ്റേണൽ മൈക്ക്, സ്റ്റീരിയോ എക്സ്റ്റേണൽ മൈക്ക് സപ്പോർട്ടിംഗ് ആണ്. പക്ഷേ SJCAMൻ്റെ തന്നെയാണെങ്കിൽ ഏകദേശം 1200 രൂപയോളം അതിന് വില വരും. അപ്പോൾ അത് നമുക്ക് സിമ്പിളായിട്ടും ചീപ്പായിട്ടും അടിപൊളി എക്സ്റ്റേണൽ മൈക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനതെന്തായാലും അടുത്തൊരു വീഡിയോയിൽ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക, ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. SJCAMനെ സംബന്ധിച്ചുള്ള അടിപൊളി DIY വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും